തൃശൂർ ജില്ലയിൽ പുതുക്കാടിനെ നടുക്കിയ വാർത്തയാണെന്ന് ക്രൈം സ്റ്റോറി പറയുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഒരു യുവാവെത്തുന്നു. 2 കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ ബാഗിലാക്കിയാണ് അയാൾ വന്നത്. ഒരുപാട് മദ്യപിച്ചിരുന്നു അയാൾ. തന്റെ പെൺ സുഹൃത്ത്, അതായത് കുട്ടികളെ പ്രസവിച്ച അമ്മ കുട്ടികളെ കൊന്നു കുഴിച്ചുമൂടി എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. ആദ്യമൊക്കെ പോലീസ് ഗൗനിച്ചില്ല. പിന്നെ സംശയം തോന്നി ബാഗ് തുറന്നു നോക്കുമ്പോഴുണ്ട് അതിൽ നിറയെ അസ്ഥികൾ. പോലീസ് എഫ്ഐആർ തയ്യാറാക്കി അയാളെ അറസ്റ്റ് ചെയ്തു. 25 വയസ്സുള്ള ഭവിനാണ് പോലീസിൽ കുറ്റസമ്മതം നടത്തി കീഴടങ്ങിയത്. 22 വയസ്സുള്ള പെൺസുഹൃത്തായ അനീഷയെ ചോദ്യം ചെയ്യുകയാണ്. കുട്ടികളെ കുഴിച്ചിട്ടു എന്ന് കരുതുന്ന സ്ഥലത്ത് രാത്രി തന്നെ പോലീസ് തെളിവെടുപ്പ് നടത്തി. രാത്രി 12 മണിക്കാണ് ഭവിൻ മൂക്കറ്റം മദ്യപിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്നത്. തന്റെ ബാഗിൽ കുട്ടികളുടെ അസ്ഥികളാണെന്നും പെൺസുഹൃത്ത് പ്രസവിച്ച് കൊന്നു കുഴിച്ചിട്ടതാണെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു. വിശദമായ അന്വേഷണത്തിൽ അയാൾ പറയുന്നത് സത്യമാണെന്നും കുട്ടികളുടെ അസ്ഥികളാണ് ബാഗിനുള്ളിലുള്ളതെന്നും പോലീസിന് മനസ്സിലായി. അനീഷയും ഭവിനും കാമുകന്മാരായിരുന്നു. 2020 അവർ ഫേസ്ബുക്ക് വഴി പരിചയത്തിലാവുന്നത്. അന്ന് ഭവിന് 20 വയസ്സും അനീഷയ്ക്ക് 18 വയസ്സുമായിരുന്നു പ്രായം. 2021 അനീഷ ഗർഭിണിയാവുകയും ജനിച്ച ഉടനെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയും വീടിന് സമീപത്ത് കുഴിച്ചിടുകയും ചെയ്തു. 2024 അനീഷ വീണ്ടും ഗർഭിണിയായി. 2ാമത്തെ കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ അതിനെ കൊന്ന് ശുചിമുറിയിൽ വെച്ചു. ഭവിന്റെ അമ്മ വീട്ടിലെത്തിച്ച് പറമ്പിൽ കുഴിച്ചിട്ടു. ആദ്യത്തെ കുട്ടിയുടെ അസ്ഥി 8 മാസത്തിന് ശേഷവും 2ാമത്തെ കുഞ്ഞിന്റെ അസ്ഥി 4 മാസങ്ങൾക്ക് ശേഷവും പുറത്തെടുത്തു. 2 അസ്ഥികളും ഭവിൻ സൂക്ഷിച്ചു വെച്ചു. 2 പേരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പതിവായി. അനീഷ തന്നിൽ നിന്ന് അകന്നു പോകുന്നതായും അനീഷയ്ക്ക് മറ്റൊരു ഫോൺ ഉള്ളതായും ഭവിന് മനസ്സിലായി. ഇതിനെ ചൊല്ലി വഴക്കായി. അന്ന് രാത്രിയും 2 പേരും തമ്മിൽ വഴക്കായിരുന്നു. വിളിച്ചപ്പോൾ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു എന്നാണ് കാരണം. അനീഷയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്നുള്ള ഭവിന്റെ സംശയമായി. ആ സംശയമാണ് ഭവിനെ ഒരുപാട് മദ്യപിക്കാൻ പ്രചോദനമാക്കിയത്. അതോടെ കാര്യങ്ങളെല്ലാം തലകീഴായി മറിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് താഴെ കമന്റ് ചെയ്യുക.